2024 ഡിസംബർ 29 കാലത്ത് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് മൻകാമന ക്ഷേത്രത്തിലേക്കാണ്. കാഠ്മണ്ഡുവിൽ നിന്നും ഈ മൻകാമന ക്ഷേത്രത്തിലേക്ക് ഏകദേശം 105 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 4-5 മണിക്കൂർ സമയമെടുത്തുകൊണ്ടാണ് ഈ മൻകാമന ക്ഷേത്രത്തിന്റെ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തുന്നത്. അതിരാവിലെ പുറപ്പെട്ടു. കാരണം രാവിലെ നമുക്ക് ടിക്കറ്റ് അവിടെ കൗണ്ടർ തുറക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൽ കയറണം. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പുറപ്പെടുന്നത്. ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ രാവിലെ അവിടെ എത്തുകയാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്ക് തന്നെ അതിനു മുമ്പ് തന്നെ 8 മണിക്ക് തന്നെ അവിടെ കേബിൾ കാർ സർവീസ് തുടങ്ങുന്നുണ്ട്. ഈ മൻകാമന ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള മാർഗം എന്ന് പറയുന്നത് കേബിൾ കാറിലൂടെയാണ് സഞ്ചരിക്കാൻ. ആദ്യകാലങ്ങളിൽ നടന്ന് കയറുന്ന ആ ഒരു രീതിയായിരുന്നു. ഈ കേബിൾ കാർ സർവീസ് തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ ഇതിൽ തന്നെയാണ് അവിടേക്ക് തീർത്ഥാടകരും ഭക്തരും ഒക്കെ എത്തിച്ചേരുന്നത്. കാരണം അത്രയും ദുർഘടം പിടിച്ച ഒരു പാത പിന്നിട്ടിട്ട് വേണം, കുന്ന് കയറി മല കയറി വേണം ഈ മൻകാമന ക്ഷേത്രത്തിലേക്ക് എത്താൻ. മൻകാമന ദർശൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ഒരു സഹകരണത്തോടുകൂടി ആദ്യത്തിന്റെ ഓപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഈ കേബിൾ കാർ സർവീസ് അതിന്റെ സാങ്കേതിക വിദ്യ ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ധാരാളം വിശ്വാസികൾ അവര് തീർത്ഥാടകരായിട്ടും അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് എത്തിച്ചേരും. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ കേബിൾ കാറിലൂടെയുള്ള യാത്ര പറയുന്നത്. ഞങ്ങൾ കൂടുതലുള്ള മിക്കവരും ഈ ഇങ്ങനത്തെ ഒരു യാത്ര ആസ്വദിച്ചിട്ടില്ല. കേബിൾ കാറിലൂടെ യാത്രയൊന്നും ആസ്വദിച്ചില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ആകാംക്ഷയും സന്തോഷവും തരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഊഴമെത്തി ഞങ്ങളത് ക്യൂവിലൂടെ കയറി ഓരോരുത്തരും ഞങ്ങൾക്ക് മുമ്പുള്ളവർ ഈ കേബിൾ കാറിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു കേബിൾ കാറിൽ 6 പേർക്കാണ് സഞ്ചരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ 6 സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഞങ്ങളൊരു കാറിൻ്റെ ഇത് ഞങ്ങൾ സഞ്ചരിക്കുന്നു. അതൊരു ഹൈഡ്രോളിക് സിസ്റ്റം കൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത്. അതായത് കറണ്ട് പോയി കഴിഞ്ഞാലും ജനറേറ്ററിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാലും അത് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അത് വർക്കാവുന്നതാണ്. അത്രമാത്രം ഒരു സേഫ്റ്റി അതിന് നൽകുന്നുണ്ട്. തൊട്ട് താഴെ അത് നീങ്ങുമ്പോൾ ഞങ്ങൾ തൊട്ട് താഴെ തൃശ്ശൂലി നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുകളിൽ നിന്ന് താഴെ ഈ നദിയുടെ ഒഴുക്കും കാണുന്നു. ചുറ്റും മലനിരകളാണ്. നേപ്പാളിൽ ധാരാളം കൊടുമുടികൾ ഉള്ളതാണ്. 1998 പരേതനായ ദീപേന്ദ്ര ബെർ ബിക്കോം എന്ന രാജാവാണ് ഈ മൻകാമന ക്ഷേത്രത്തിലേക്കുള്ള ഈ കേബിൾ കാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഏകദേശം 3 കിലോമീറ്റർ ഈ 3 മലകളായിട്ട് പിന്നിട്ട് വേണം നമുക്ക് ഈ മൻകാമന ക്ഷേത്രത്തിലേക്ക് എത്താൻ. അതിന് ഏകദേശം ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ആവശ്യമുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ കേബിൾ കാർ മൻകാമന ക്ഷേത്രത്തിലേക്ക് എത്തും. ഇതിന്റെ സാങ്കേതിക വിദ്യയാണ്. കാരണം ഇത് ആദ്യമായിട്ട് നേപ്പാളിലെ ആദ്യത്തെ കേബിൾ കാർ സർവീസ് ആണെന്ന് അറിയുന്നത്. പിന്നീടാണ് മറ്റുള്ള പല ഭാഗങ്ങളിലേക്കും കേബിൾ കാർ സർവീസ് തുടങ്ങിയത്. അത്തരം ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ഈ ഒരു കാറ് സവാരി അതിൻ്റെ ഏകദേശം 1300 അടി ഉയരത്തിലാണ് ഈ മൻകാമന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, സമുദ്രനിരപ്പിൽ നിന്ന്. അപ്പം ആ ഒരു ലെവലിലേക്കാണ് ഉയർന്നിട്ടാണ് നമ്മുടെ ഈ കാറ് സഞ്ചരിക്കുന്നത്. അപ്പം നമ്മൾ താഴെ വിശാലമായിട്ട് ഇത്തരം കാഴ്ചകൾ കാണുക. താഴെ തൃശ്ശൂലി നദിയുടെ ഒഴുക്കും അതുപോലെ ധാരാളം മലകളും കോടമഞ്ഞും തണുപ്പും ഇതെല്ലാം ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഒരു സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആ കേബിൾ കാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു സാധാരണക്കാരായ ആൾക്കാരൊക്കെ ഇതിൽ അവിടെ മറ്റൊരു മാർഗമല്ല ഈ മൻകാമന ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിനോദ ഉപാധിക്കപ്പുറം ഇതൊരു സഞ്ചാര മാർഗം കൂടിയാണ്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 670 രൂപയാണ്. നമ്മുടെ നേപ്പാളിലെ തന്നെ ഒരു സാംസ്കാരിക സംഗമത്തിന് വേദിയായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുരാണവും
ചരിത്രവും ആത്മീയതയും എല്ലാം സംഗമിക്കുന്ന ഒരു സാംസ്കാരിക വൈവിധ്യങ്ങളുടേതായ ഒരു സംഗമ സ്ഥാനമായിട്ട് മൻകാമന ക്ഷേത്രത്തെ അടയാളപ്പെടുത്താം. അത്തരം വിശേഷണങ്ങളാണ് മൻകാമന ക്ഷേത്രത്തിന് പൊതുവെ നൽകുന്നത്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളുടെ ദേവത എന്ന അർത്ഥത്തിൽ നിന്നാണ് മൻകാമന എന്ന ആ ഒരു പേര് ആ ക്ഷേത്രത്തിന് വന്നത്. പ്രധാനമായും അവിടെ ആരാധിക്കുന്നത് ഭഗവതിയാണ്. ഭഗവതിയുടെ ഭാവത്തെയാണ് അവിടെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രാചീന കാലം മുതൽ അവിടെ മൃഗബലി പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഈ അടുത്തായിട്ട് അതിൻ്റെ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടും ആ കാലഘട്ടത്തിനും അനുസരിച്ച് അത്തരം മൃഗബലികൾ ജന്തു ബലി നിരോധന ആക്ടിലൊക്കെ പെട്ടതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ വർഷത്തിലവിടെ ഉത്സവങ്ങൾ നടത്താറുണ്ട്. വിശേഷമായിട്ട് ധാരാളം തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഖൂർഖ ജില്ലയിലാണ് ഈ മൻകാമന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1300 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം. ധാരാളം ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചുറ്റുമായിട്ട് ധാരാളം വിൽപ്പന കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും കൂടി വേണ്ടിയിട്ട് അത്തരം വസ്തുക്കളും കരകൗശല സാമഗ്രികളും നമ്മുടെ നേപ്പാളിൻ്റെ തനതായ കരകൗശല വിദ്യയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് അവിടെ വാങ്ങാൻ കഴിയും. അത്തരം യാത്രക്കാർക്ക് വാങ്ങാൻ കഴിയും. കല്ലും അത് മരവും അതിലൊക്കെ കൊത്തിവെച്ച ശില്പങ്ങൾ, കൊത്തുപണികൾ, അതെല്ലാം തന്നെ വിദേശികളെ വരെ ആകർഷിക്കുന്നതാണ്. അവിടെ നിന്നും നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ ഹിമാലയത്തിൻ്റെ പർവ്വത ശൃംഗങ്ങളും അതുപോലെ താഴ്വാരകളും ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ധാരാളം സഞ്ചാരികൾ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. മഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് മഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദൂര കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൻകാമന ക്ഷേത്രം. പ്രകൃതി രമണീയമായ, അതായത് സാഹസികർക്കൊക്കെ എല്ലാം ഒട്ടേറെ പ്രയോജനപ്പെടുത്താവുന്ന ട്രക്കിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ധാരാളം അത്തരം ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ആത്മീയ സഞ്ചാരികൾക്കും മറ്റു വിനോദ സഞ്ചാരികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം തന്നെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് മൻകാമന ക്ഷേത്രത്തിലേക്കുള്ള ഈ കേബിൾ കാർ സർവീസും മൻകാമന ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും.